മാം ഇന്നലെ ചെയ്തയില്ലേ, ഇന്നലെ ചെയ്തതിൽ ആ മാനേജ് ന്യൂസില് എനിക്ക് നല്ല സംശയമാണ്. ജിറ്റ്സപ്പ് ഞാൻ ചെയ്തില്ല കേട്ടോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ മറ്റേ മാനേജ് ന്യൂസിനകത്ത് അത് എന്തോ ഒരു പ്രശ്നമുണ്ട്. മാം ഒന്ന് നോക്കാമോ? ശരി. ബാക്കിയുള്ളവരുടെ ക്ലാസ് എങ്ങനെയാ? പേജ് ഒബ്ജക്ട് മോഡൽ കംപ്ലീറ്റ് ചെയ്തോ? ഞാന് കംപ്ലീറ്റ് ചെയ്തു. ഒരെണ്ണത്തിനകത്ത് കുഴപ്പമില്ല മാം, എല്ലാം പാസ്സായി. പാസ്സായിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ബാക്കി ഡയാന ചെയ്തായിരുന്നല്ലോ അല്ലെ? സുബിറ്റി ചെയ്യാട്ടോ. സുബിറ്റി റെക്കോർഡിംഗ് കിട്ടിയിട്ടുണ്ടോ? ചെയ്യണേടാ. ഓക്കെ ഓക്കെ. മാം ഞാൻ ഗിറ്റ്ഹബ് ഞാൻ പാടേ മറന്നുപോയി ആക്ച്വലി അതിന്റെ കാര്യം. മാം ടെസ്റ്റ് മാനേജിനകത്തെ ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ഇട്ടേക്കണേ, അത് തെറ്റല്ലേ? അതായത് മാനേജ് ന്യൂസിൽ ഞാൻ ഇതെല്ലാം എഴുതി വെച്ചു. എന്നിട്ട് ടെസ്റ്റ് മാനേജിനകത്ത് എല്ലാം ആദ്യം തന്നെ ഇങ്ങനെ ഇൻവോക്ക് ചെയ്തു. ശരിയാണോ തെറ്റാണോ? തെറ്റല്ലല്ലോ. താഴത്തെ കമന്റ് ചെയ്യണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നം തോന്നുന്നില്ല എനിക്ക്. താഴത്തെ കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഉദ്ദേശം ഇത് മൊത്തം അല്ല. ലൈൻ നമ്പർ 34 തൊട്ട് ലൈൻ നമ്പർ 45 വരെ കമന്റ് ചെയ്യണം. അല്ല, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മുകളിലേക്ക് പോയി ഏതാ ടെസ്റ്റ് കേസ് മാനേജ് ന്യൂസിലെ? ടെസ്റ്റ് മാനേജ് ന്യൂസ് ടു നാവിഗേറ്റ് ടു ഹോം പേജ് അല്ലേ? അപ്പൊ അതില് ന്യൂസ് സേവ് റീസെറ്റ് ഒന്നും വേണ്ട. അവിടെ ഇത് മാത്രം മതി. മാനേജ് ന്യൂസിന്റെ ക്ലിക്കും ക്ലിക്ക് ഡോട്ട് മാനേജ് ന്യൂസും ക്ലിക്ക് അണ്ടർസ്കോർ ഹോമും ക്ലിക്ക് അണ്ടർസ്കോർ ന്യൂ തൊട്ടുള്ളത് ഏതിൽ വരണം? അടുത്തേല് വരണം. മാം ഏതൊക്കെയാണ് വേണ്ടത്? ക്ലിക്ക് അണ്ടർസ്കോർ മാനേജ്മെന്റ് ഏതാ? അത് റിമൂവ് ചെയ്തോ? ന്യൂസ് വേണ്ട. ന്യൂസ് വേണ്ട, ന്യൂ വേണ്ട, സേവ് വേണ്ട, റീസെറ്റ് വേണ്ട, സെർച്ച് വേണ്ട, ന്യൂസ് ടൈറ്റിൽ എന്റർ ന്യൂസ് ടൈറ്റിൽ വേണ്ട. ന്യൂസ് ടൈറ്റിൽ വേണ്ടേ? ഇത് ഏതാ ടെസ്റ്റ് കേസ്? ഇത് മാനേജ് ന്യൂസ്. ടെസ്റ്റ് മാനേജ് ന്യൂസിനകത്ത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതേക്കണം. അല്ല, ടെസ്റ്റ് മാനേജ് ന്യൂസിൽ ഇവിടെ ഏതാ നമ്മള് ലൊക്കേറ്റർ ചെയ്തിട്ടുള്ള ഏതുവരെയാണ് അത് പറ. ടെസ്റ്റ് കേസ് ഏതാണ്? ടെസ്റ്റ് കേസിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഇതല്ലേ നമ്മുടെ ടെസ്റ്റ് കേസിനകത്ത്? ഇത് ടെസ്റ്റ് മാനേജ് ന്യൂസിനകത്ത് ഞാൻ ആദ്യമേ നമ്മുടെ യൂസർ നെയിം അല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മള് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്നുകൊണ്ട് എഴുതുന്നില്ലേ? ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ അതിൽ കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് മാനേജ് ന്യൂസിന്റെ കേസില് എടുക്ക്. ടെസ്റ്റ് മാനേജ് ന്യൂസ് ഹോം ക്ലിക്ക് ചെയ്തു. രണ്ട് കാര്യമല്ലേ ഉള്ളൂ റെപ്ലിക്കേഷൻ സ്റ്റെപ്സില്. റീസെറ്റ് മാത്രമേ ഉള്ളടാ. മാനേജ്മെന്റ് ന്യൂസും റീസെറ്റ് അല്ല, അവിടെ ചെയ്ത് മുകളിലത്തെയാ ഏറ്റവും മുകളിലേക്ക് പോകണം. അതില് മിസ്റ്റേക്ക് ഉണ്ട്. നോക്ക്, അതിന്റെ റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? ഇത്രയല്ലേ ഉള്ളൂ. വെയിറ്റ്. യൂസർ നെയിം 1 തൊട്ട് ഹോം വരെയുള്ളത് കൺസിഡർ ചെയ്യാം. താഴെ ലൈൻ നമ്പർ 34 ഏതൊക്കെ ഫൈൻഡ് എലിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞേ. ഫൈൻഡ് എലിമെന്റ് യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, പിന്നെ സൈൻ ഇൻ ക്ലിക്ക് ആണ്, മാനേജ് ന്യൂസ് ക്ലിക്ക് ആണ്, ഹോം ക്ലിക്ക് ആണ്. അത്രയല്ലേ ഉള്ളൂ. അവിടെ ബാക്കിയുള്ളതിന്റെ ആവശ്യമുണ്ടോ? ക്ലിക്ക് സേവ്, ക്ലിക്ക് റീസെറ്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അവിടെ നമ്മൾ എന്താ ചെയ്യുന്നേ? ഈ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റിനെ നമ്മൾ വേറൊരു പേജിലേക്ക് മൂവ് ചെയ്തു അവിടുന്ന് ആക്സസ് ചെയ്യുന്നു. അതല്ലേ ഡിഫറൻസ് ഉള്ളൂ. അതെ. അപ്പൊ നമുക്കവിടെ സേവ്, റീസെറ്റ്, സെർച്ച്, ന്യൂസ് ടൈറ്റിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ? വേണ്ട. പക്ഷേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാം. അപ്പൊ ഇവിടെ ആവശ്യമില്ലേ? ടെസ്റ്റ് കേസിൽ കൊടുക്കണം. നമുക്ക് വേറെ അതിൽ എത്ര ടെസ്റ്റ് കേസ് ഉണ്ട് നീ നോക്കിക്കേ. മനസ്സിലായില്ല. മാം എനിക്കൊന്ന് പറഞ്ഞുതരാം, ഞാൻ എന്തൊക്കെയാ കോപ്പി ചെയ്യേണ്ടത്, എന്തൊക്കെയാ ചെയ്യേണ്ടത്. അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടും. 27 till 31 ഡിലീറ്റ് ചെയ്തേ ആദ്യം. ബാക്കി അതും കമന്റ് ചെയ്തിട്ടെ. യൂസർ നെയിം 1 തൊട്ട് ഹോം ഡോട്ട് ക്ലിക്ക് വരെയും കമന്റ് ചെയ്തിട്ടെ.
ആ താഴെ വാ. ആ ഇതില് എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യുന്നുണ്ട് പറഞ്ഞ? ഇവിടെ ഇപ്പം നമ്മള് മാനേജ് ന്യൂസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ന്യൂ ബട്ടൺ അതെടുത്തു, അതിനകത്ത് ന്യൂസ് നമ്മൾ കൊടുത്തു, ഹായ് സെലീനിയം കൊടുത്തു, സേവ് ചെയ്തു. ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഓരോന്നിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതിൽ എഴുതിയിട്ടുണ്ട്? മാനേജ് ന്യൂസിൽ എഴുതിയിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ ലോഗിൻ പേജിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് യൂസർ നെയിം പാസ്വേഡ് സൈൻ ഇൻ കൊടുക്കുക. അതായത് നീ ആദ്യം ചെയ്ത് കോപ്പി ചെയ്യണം ഈ സാധനം. ഇവിടെ തൊട്ട് ലൈൻ നമ്പർ 18 തൊട്ട് 21 വരെയുള്ളത് കോപ്പി എടുക്കാം. അല്ല, ലൈൻ നമ്പർ 15 തൊട്ടുള്ളത്, സോറി. അല്ല 15 മുതലുള്ള വേണ്ടല്ലോ, 15 മുതൽ താഴെ ഇട്ടിട്ടുണ്ടല്ലോ. താഴെ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ലോഗിൻ പേജ് തൊട്ടെടുക്കാം. മാനേജ് ന്യൂസും വേണ്ട മാം? മാനേജ് ന്യൂസ് വേണം, പറയാം. അവിടേക്ക് അപ്പൊ ഇതെടുത്തേച്ച് ഇവിടെ കൊടുത്തു. എന്നിട്ട് അത് കമന്റ് ചെയ്ത് അത് താഴേക്ക് അടിച്ച് ഞാൻ ഒന്ന് രണ്ടര അടിച്ചിട്ടെ. കമന്റ് ചെയ്യാൻ വരട്ടെ, ലാസ്റ്റ് കമന്റ് ചെയ്യാം. താഴെ കുറച്ചുകൂടി താഴേക്ക് വാ. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? മാനേജ് ന്യൂസ്. അതെ, മാനേജ് ന്യൂസിന്റെ ഫംഗ്ഷൻ ഏത് എഴുതിയിട്ടുള്ളത്? അത് മാത്രം എടുത്തോടെ പേസ്റ്റ് ചെയ്യുക. മാനേജ് ന്യൂസിന്റെ എനിക്കൊന്ന് മാനേജ് ന്യൂസ് ഇത് അയ്യോ ഇതല്ലേ? ഏതാ? ക്ലിക്ക് അണ്ടർസ്കോർ മാനേജ് ന്യൂസ് അല്ലേടാ? എന്തോ ക്ലിക്ക് അണ്ടർസ്കോർ മാനേജ് ന്യൂസ് അല്ലേ? അതെ. ഇതാരെ ഇവിടെ നീ അവിടെ പോയാണ് കമന്റ് ചെയ്തേക്കുന്നത്. കൺട്രോൾ സെഡ് അടിക്കും. ഇവിടെ കൺട്രോൾ സെഡ് അടിച്ചേ. ഇപ്പൊ ശരിയായി. മാം ഇവിടെ ഇതല്ലേ ഈ മാനേജ് ന്യൂസ് അല്ലേ? എന്തിനാ സെയിം എഴുതിയിരിക്കുന്നേടാ? എന്തോ 2 തവണ ലൈൻ നമ്പർ ഒരു മാനേജ് ന്യൂസ് ക്ലിക്ക് ഇല്ലായിരുന്നോ? താഴെ ഉണ്ടായിരുന്നൊരു മാനേജ് ന്യൂസ് ക്ലിക്ക്. പക്ഷെ അങ്ങനെ 2 പ്രാവശ്യം വേണ്ടടാ. വേണ്ട അല്ലേ? ഒരെണ്ണം മതി. അതാണ് എഴുതിയാ മതി. അപ്പൊ ഇത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യട്ടെ? ഡിലീറ്റ് ചെയ്തോ. കാരണം സെയിം എക്സ്പാത്ത് ആയിരുന്നു, എല്ലാം ശരിയാണ്, പക്ഷെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, അതാ ഞാൻ അങ്ങനെ എഴുതി വെച്ചേ. അങ്ങനെ എഴുതരുത് കേട്ടോ. ഓക്കെ മാം. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ മാം? ഇതിനകത്ത് മാനേജ് ന്യൂസിനല്ലേ വേണ്ടേ? അപ്പൊ മാനേജ് ന്യൂസിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാ. അപ്പൊ അത് എവിടെയാ മാം? ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അത് കഴിഞ്ഞിട്ട് മാനേജ് ന്യൂസിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേ. അപ്പൊ മാനേജ് ന്യൂസ് അതുവരെയല്ലോ. ഓക്കെ, മാനേജ് ന്യൂസ് ഈക്വൽസ് എന്ത് പറയും? എന്താ വരണ്ടേ? മാനേജ് ന്യൂസ് ഈക്വൽസ് ക്ലിക്ക് മാനേജ് ന്യൂസ് അല്ല വരണ്ടേ? ക്ലിക്ക് അണ്ടർസ്കോർ മാനേജ് ന്യൂസ്. അതെ. എങ്ങനെ ക്ലിക്ക് അണ്ടർസ്കോർ മാനേജ് ന്യൂസാ? നേരെ പറഞ്ഞേ. അതുമില്ലേ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാ? ആഡ് ന്യൂസ് വരും ഇവിടെ. ആഡ് ന്യൂസ് ആണോ? അല്ല, ഞാൻ പറയാം. ക്ലാസിന്റെ നെയിം വരും. എന്താ ക്ലാസിന്റെ പേര്? ക്ലാസ് ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ്. എന്താ റിൻഡോ അവിടെ എത്തുമ്പോ ഒരു കൺഫ്യൂഷൻ? ടെസ്റ്റ് നമ്മൾ ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെയല്ലേ കൊടുക്കുക? ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ് ഇതല്ലേ? അല്ല, ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്താൽ ക്രിയേറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഫങ്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റുക? മാനേജ് ന്യൂസിന്റെ. അപ്പൊ അവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് മാനേജ് ന്യൂസിന്റെ അല്ലേ? എപ്പോഴും അങ്ങനെയാണേ. അപ്പൊ ഇങ്ങനെ വരൂ? ഇങ്ങനെ വന്ന തെറ്റാണല്ലോ. ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ് തെറ്റാണ്. ഇപ്പൊ കറക്റ്റ്. മാനേജ് ന്യൂസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ ആരെ പാസ് ചെയ്യണം? സെൽഫ് ഡോട്ട് ഡ്രൈവർ. യെസ്. എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. എനിക്ക് അവിടെ എല്ലാം സ്റ്റക്കായി പോവാ. ഞാൻ മാനേജ് ന്യൂസ് ഇമ്പോർട്ട് ചെയ്ത് അഗൈൻ സെയിം മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. എവിടെയാണ്? മാനേജ് ന്യൂസിന്റെ അതേ പോയിക്കേ. അപ്പൊ ഇവിടെ അത് കൊടുക്കണേ. ഒരു മിനിറ്റ് മാം, ഞാൻ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ അത് ചേഞ്ച് ചെയ്ത് എല്ലായിടത്തും മാറ്റേണ്ടി വരും. ഇപ്പൊ ഫോർ നൗ അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇന്ന് സെഷൻ കഴിഞ്ഞാൽ മറക്കാണ്ട് ചേഞ്ച് ചെയ്യുക എല്ലായിടത്തും. ഓക്കെ, ഇപ്പൊ ഇത് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? മാനേജ് ന്യൂസിനകത്ത് താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇൻവോക്ക് ചെയ്യേണ്ടത് എന്താണ്? മാനേജ് ന്യൂസ് ഡോട്ട് ന്യൂ വേണ്ട, ന്യൂസും വേണ്ട, സേവും വേണ്ട, ഒന്നും വേണ്ട. വേണ്ടേ? അവിടെ
ഇവിടെ വേണ്ടേ? മാനേജ് ന്യൂസ് ഡോട്ട് ന്യൂ വേണ്ടേ? ആദ്യം ആരെ വിളിക്കണം? മാനേജേഴ്സിന്റെ ടൈലിനെ വിളിക്കണ്ടേ? ടൈൽ എവിടെ? ടൈൽ എവിടെ? ലൈൻ നമ്പർ 73 നോക്കിക്കേ. അത് ക്ലിക്ക്. 73. അപ്പം 73. ഓക്കെ. അപ്പം മാനേജ് ആരെ വിളിക്കണം ആദ്യം? മാനേജ് ന്യൂസ് ഡോട്ട് ഇനി ഇതിന്റെ ഈ സാധനം വിളിക്കണ്ടേ? ക്ലിക്ക് അണ്ടർസ്കോർ മാനേജ് ന്യൂസ്. ശരിയല്ലേ മാം? അതെ. മതിയല്ലോ. മതി. നെക്സ്റ്റ് അടുത്ത എന്താ അവിടെ ഉള്ളത്? ന്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം ഇനി? ന്യൂ ആണെങ്കിലും വിളിക്കണ്ടേ നമ്മള്? ന്യൂ ആണെങ്കിൽ ഏത് ഫംഗ്ഷനെ വിളിക്കും അവിടെ? ന്യൂവിന്റെ ഫംഗ്ഷൻ വിളിക്കും. ന്യൂവിന്റെ ഫംഗ്ഷനെ വിളിച്ചോ? ക്ലിക്ക് അണ്ടർസ്കോർ ന്യൂ. ഇനി മാനേജ് ന്യൂസ് ഡോട്ട് ക്ലിക്ക് അണ്ടർസ്കോർ ന്യൂസ് വരും. ന്യൂസ് എന്ത് ചെയ്യും? ഇതെന്താ ന്യൂസ് വരാത്തെ? ഞാൻ അവിടെ ന്യൂസ് കൊടുത്താണോ? എൻ്റർ ന്യൂസ് ആണോ? സോറി. ടെക്സ്റ്റ് പാസ് ചെയ്തോ അവിടെ? സെൽഫ് ടെക്സ്റ്റ് പാസ് ചെയ്തോ അവിടെ? ടെക്സ്റ്റ് മാത്രം കൊടുത്താൽ മതിയോ? അതോ ഹായ് സെലീനിയം കൊടുക്കണോ? ഹായ് സെലീനിയം കൊടുക്കുക അവിടെ ഡബിൾ കോട്ട്സിൽ. ഡബിൾ കോട്ട്സിനകത്ത് വെറുതെ കൊടുത്താൽ മതി അല്ലേ? ഓക്കെ. ഇതും എനിക്കൊരു കൺഫ്യൂഷൻ ആണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ എന്താണ് മാം? പിന്നെ മാനേജ് ന്യൂസ് ഡോട്ട് സേവ് കൊടുക്കണം. സേവിന്റെ എന്താണ്? ക്ലിക്ക് സേവ് കൊടുത്തു. ഇനി എന്താണ്? ഇനി മറ്റേ ഫൈൻഡ് എലമെന്റ് എല്ലാം കമന്റ് ചെയ്തിട്ടുള്ള. ഇനിയിപ്പോ ഇവിടെ മുതൽ ക്ലിക്ക് വരെ കമന്റ് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ചെയ്യണ്ടേ? അത് ഒരു കാര്യം ചെയ്യാ, റിന്റു അത് സെഷൻ കഴിഞ്ഞിട്ട് അതും കൂടെ ചെയ്യാട്ടോ. അങ്ങനെ ഞാൻ ചെയ്തോളാം. അഡ്മിൻ ചെയ്തായിരുന്നോ മാം? ഒരു കാര്യം ചോദിച്ചോട്ടെ. ബാക്കിയെല്ലാം ഞാൻ ചെയ്തു. ഇതിന് മാത്രമായിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി മാം. ഇവിടെ അപ്പൊ നമുക്ക് മാനേജ് ന്യൂസ് റീസെറ്റ് ഒക്കെ വരികയല്ലേ? അതും നമ്മൾ ചെയ്യണ്ടേ? വേണം. ഓക്കെ. അങ്ങനെ ഓരോന്നിനും ഞാൻ ചെയ്തോളാം. ബാക്കി ഞാൻ ചെയ്തോളാം. എനിക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ. നേരത്തെ കൺഫ്യൂഷൻ ആയിരുന്നു. ഓക്കെ, മനസ്സിലായി മാം. ഞാൻ ചെയ്തോളാം. ഓക്കെ ഫൈൻ. ഇനി അപ്പൊ നിങ്ങള് ഇപ്പൊ എല്ലാവരും പേജ് ഒബ്ജക്ട് മോഡിൽ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടോ? ഇല്ല മാം. ഓക്കെ അല്ലേ? ഡയാന, അജിത്ര, സുബിറ്റി. അജിത്രയാണോടാ? അജിത്ര ചെയ്തായിരുന്നു അത്? ലാസ്റ്റ് രണ്ടെണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ഇന്ന് ഞാൻ ബാക്കിയുടെ വീഡിയോ കേട്ട് ചെയ്തോളാം. ഓക്കെ. ലാസ്റ്റ് 2 ടെസ്റ്റ് കേസും കൂടെ എഴുതാനുണ്ടെന്നാണോ? ഇന്നലത്തെ ലാസ്റ്റ് ടോപ്പിക് ഇന്നലെ എടുത്ത പേജ് ഒബ്ജക്ട് മോഡിൽ ചെയ്തിട്ടില്ല അല്ലേ? ഇന്നലത്തെ ന്യൂസ് പേജും അഡ്മിൻ യൂസേഴ്സ് പേജും 2 പേജ് ചെയ്യാനുണ്ട്. അത് രണ്ടെണ്ണം ചെയ്യാനുണ്ട്. അത് ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ കംപ്ലീറ്റ് ചെയ്തോ. ഓക്കെ, അത് ചെയ്യണം കേട്ടോ. ചെയ്യാം. ചെയ്ത് കംപ്ലീറ്റ്. എങ്കിൽ ഇത് കഴിഞ്ഞിട്ട് താഴെ ഇനി നമ്മളിപ്പോ കുറച്ച് എന്ത് ചെയ്യുന്ന, നമ്മളിപ്പോ പേജ് ഒബ്ജക്ട് മോഡിൽ വരെ ചെയ്തിട്ടു അല്ലേ? ഇനി നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനല്ലേ എന്തോ ഒരു പ്ലഗിൻ നമ്മൾ ആഡ് ചെയ്ത്? പ്ലഗിൻ ആഡ് ചെയ്തത് ഇതിനായിരുന്നോ? അല്ലായിരുന്നു. അല്ല. ഒരു കോഡ് ചാറ്റിലിടാം. ഇത് നേരെ പിടിച്ച് നമ്മുടെ കോൺഫ് ടെസ്റ്റ് പി വൈയിൽ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും കോൺഫ് ടെസ്റ്റ് പി വൈ എടുത്ത ടെസ്റ്റിലുള്ള റിന്റു എന്തോ പറഞ്ഞോ. ഒരു മിനിറ്റ്, ഞാൻ വേറൊരു ചെറിയ പരിപാടിയായി പോയി. പറഞ്ഞോ. കോൺഫ് ടെസ്റ്റ് പി വൈ എടുത്തേ. കോൺടെസ്റ്റ് PY. അതില് ഞാനിപ്പോ തന്നിട്ടുള്ള ഞാൻ ഇപ്പൊ ഒരു കോഡ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് താഴെ പ്ലേസ് ചെയ്തേടാ. നമ്മൾ ഇതുവരെ ചെയ്തത് എന്തായിരുന്നു? കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതായത് പേജ് ഒബ്ജക്ട് മോഡിൽ ചെയ്തു. അതുപോലെ കുറച്ച് ടാഗ്സ് എല്ലാം നോക്കി അല്ലേ? ഇത് നമ്മള് ഇതിന്റെ താഴെ ചെയ്യണം അല്ലേ? എവിടെ പ്ലേസ് ചെയ്തേ? ഇതില് ഇൻഡന്റേഷൻ അടിക്കുമല്ലോ. നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇവിടെ ഒരു മിനിറ്റ്. കൺട്രോൾ സെറ്റ് അടിക്കുക. കൺട്രോൾ സെറ്റ്. നീ എന്നെ ഉണ്ട് ഇവിടെ അല്ലേ ആദ്യം ബാക്ക് സ്പേസ് അടിക്കുക. കുഴപ്പമില്ലേ? മതി. ഇനി അടിക്കും. എറർ അടിക്കണ്ടല്ലോ അമ്മ? ഇല്ല. എറേഴ്സ് വരുന്നതൊക്കെ ഒന്ന് ഇമ്പോർട്ട് ചെയ്തേ. ആദ്യത്തെ OSന്റെ ആണ്ട് വന്നുണ്ട്. നോക്കട്ടെ വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഇതെന്താണ്? അല്ലൂരില് ഇൻസ്റ്റാൾ അതെ ഇൻസ്റ്റാൾ അതന്നെ. യെസ് അല്ലേ? യെസ് കൊടുക്കും. ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട്. യെസ്. ഏതാ നടക്കുന്ന? മാം ഈ OS എങ്ങനെയായിരുന്നു? ഏതാടാ? OS ഇമ്പോർട്ട് OS അല്ലേ? ഓക്കെ. ഇമ്പോർട്ട് അല്ലൂരിനോട് എറർ ഉണ്ടല്ലോടാ. അവിടെ കൊണ്ടുപോയി കേഴ്സർ വെച്ച് ആവട്ടെ കേട്ടോ. അത് ഇന്ററപ്റ്റ് ചെയ്യരുത്. അത് നടക്കട്ടെ. ഓക്കെ. കോപ്പി പേസ്റ്റ് ചെയ്ത് എറേഴ്സ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പറയാം കേട്ടോ. എറേഴ്സ് ഉണ്ടെങ്കിൽ പറയണം എൻ്റെ അടുത്ത്. കഴിഞ്ഞു മാം. കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇനി ഇവിടെ നിങ്ങളിപ്പോ എഴുതി നിങ്ങൾക്ക് ഞാൻ തന്ന കോഡില്ലേ, ഇതൊരു ഇൻബിൽട്ട് കോഡാണ്. ഈ ഇൻബിൽട്ട് കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എവിടെ ഇത് യൂസ് ചെയ്യാമോ മാം? എവിടെയും യൂസ് ചെയ്യാം. സെയിം കോഡ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഒരു കമ്പനി ചെന്നു, ഞാൻ എന്റെ യൂസ് ചെയ്യാം. സെയിം കോഡിന്റെ അടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു പ്രശ്നം. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇവിടെ പൈടെസ്റ്റ് കോൺഫിഗർ എന്നുണ്ട് കാണാനുണ്ടോ? ഈ
PyTest കോൺഫിഗറിലാണ് നമ്മൾ നമ്മുടെ ടൈം സ്റ്റാമ്പ്, അതായത് എന്താണ് നമ്മളുടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയ സമയം, പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ട് ഏത് ഫോൾഡറിലേക്ക് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, ലൈൻ ബൈ ലൈൻ നിങ്ങളിത് നോക്കണ്ട, പകരം ഓരോ ഫംഗ്ഷനും എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ മാം ഈ ഇൻബിൽറ്റ് ആയിട്ടുള്ള കോഡ് എങ്ങനെ കിട്ടും? എന്താടാ ചോദിച്ചോ? ഈ ഇൻബിൽറ്റ് ആയിട്ടുള്ള കോഡ് നമുക്ക് എങ്ങനെ കിട്ടും? ഇതിപ്പോ നിങ്ങൾക്ക് ഇത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാം നമുക്ക് എങ്ങനെ അറിയാം ഇതിനു വേണ്ടി ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ടെന്നുള്ളത്? ഇപ്പൊ മാം നമുക്ക് തന്നപ്പോ മനസ്സിലായി, പക്ഷെ ആസ് എസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാവുമ്പോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു മേക്ക് കോഡ്? റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കണ്ടോ ഫംഗ്ഷന്റെ പേര്? മേക്ക് റിപ്പോർട്ട് ഫംഗ്ഷന്റെ പേര് PyTest _untest_ make report കണ്ടോ? മേക്ക് റിപ്പോർട്ടിനുള്ള പേര് കണ്ടാ കൺഫേം ചെയ്തോളൂ, അതൊരു റിപ്പോർട്ട് ജനറേഷൻ വേണ്ടിയുള്ള കോഡാണ്. ഓക്കെ, മനസ്സിലായോ? ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്, നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കോഡാണിത്. ഒരു പ്ലഗിൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട്, പക്ഷെ ആ പ്ലഗിൻ കംപ്ലീറ്റ്ലി വർക്കിംഗ് അല്ല, കൺസിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് കോഡ് ആക്കിയിട്ട് എഴുതുന്നത്. മനസ്സിലായടാ? ഓക്കെ, സോ നമ്മളിവിടെ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ കണ്ടു. ഇനി അതിന് താഴെ കണ്ടു @pytest.hook_impl കണ്ടോ? hook impl എന്ന് കണ്ടോടാ? @pytest.hook_impl കണ്ടായിരുന്നോ? ലൈൻ നമ്പർ 30 ആയിട്ട് വരുമായിരിക്കും, അറൗണ്ട് ആയിട്ട് 30. hook impl hook wrapper. Yes, അത് തന്നെ. ഈ ഹുക്ക് എന്ന് വെച്ചാൽ, ഹുക്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യണമെങ്കിൽ അതിനെ ഹുക്ക് ആയിട്ടാണ് കൊടുക്കുക PyTest. മനസ്സിലായില്ല, ഒന്നുകൂടെ പറയുമോ? നമ്മളുടെ ഒരു ടെസ്റ്റ് കേസ് അത് എക്സിക്യൂട്ട് ആയതിനു ശേഷം നമുക്കൊരു സ്പെസിഫിക് ആക്ഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക. എക്സിക്യൂട്ട് ആയതിനു ശേഷം നമുക്കൊരു സ്പെസിഫിക് ആക്ഷൻ. ഇപ്പൊ ലെറ്റ്സ് സേ ഒരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആയ ശേഷം അതിനെ റിപ്പോർട്ടിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെയുള്ള സിനാരിയോസ് എല്ലാം വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അങ്ങനെയുള്ള ലോജിക്സിന് നമുക്ക് ഹുക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായടാ? അപ്പോ ഇവിടെ ഇവിടെ ലൈൻ നമ്പർ 43-ല് നിങ്ങൾക്ക് എല്ലാവർക്കും item.funcargs.get_off എന്ന് പറഞ്ഞിട്ട് കണ്ടോടാ? ക്രോസ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട്. ആ ക്രോസ് ബ്രൗസർ മാറ്റിയിട്ട് നിങ്ങളുടെ ബ്രൗസർ ഇൻസ്റ്റൻസ് ആക്കി കൊടുക്കുക കേട്ടോ. ബ്രൗസർ നിങ്ങൾ അവിടെ മുകളിൽ യൂസ് ചെയ്യുന്നില്ലേ ബ്രൗസർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിക്ചർ, ആ ഫിക്ചർ ആക്കി കൊടുക്കുക കേട്ടോ. ബി സ്മോൾ ആണ് എടാ, ബിയും ഐയും സ്മോൾ ആണേ. ഓക്കെ തോന്നിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഹുക്കിലെ മേക്ക് റിപ്പോർട്ട് ഈ ഹുക്ക് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? റിസൾട്ടിനെ ഗെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇഫ് ഇറ്റ് ഈസ് ഫെയിലിയർ എന്ത് ചെയ്തു? നമ്മൾ പോയി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഫെയിലിയറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വെച്ചു. ഓക്കെ, ഒന്നുകൂടെ പറയാം. മേക്ക് റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അവിടെ ടെസ്റ്റ് കേസ് ഫെയിലിയർ ആയെന്ന് വിചാരിക്കുക. അതിന്റെ
ടെസ്റ്റ് കേസ് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, ആ സോ ദാറ്റ് ഇത് കൺസേൺ ഡെവലപ്പേഴ്സിന് റിപ്പോർട്ടിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ എടുത്തു വെക്കുന്നോ അതോ ഇത് തന്നെ എടുത്തു വെക്കുവോ? ഓട്ടോമാറ്റിക്കലി ഇത് എടുത്തു വെക്കുന്നു, ആ ഓക്കെ. ഈ കോഡ് തന്നെ എടുത്തു വെക്കുന്നു. കാരണം ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴല്ലേ ഫെയിലിയർ വരുന്നേ. അപ്പൊ നമ്മൾ ഒരു സ്ക്രീൻഷോട്ടുകൾ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനു വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് driver.save screenshot. ലൈൻ നമ്പർ 50 നോക്കിക്കേ എല്ലാവരും സ്ക്രീനില്. കണ്ടു. 50 driver.save screenshot. യെസ്. അതിനുശേഷം എന്ത് ചെയ്തു? റിപ്പോർട്ടിനെ ജനറേറ്റ് ചെയ്തു. റിപ്പോർട്ടിനെ ജനറേറ്റ് ചെയ്യുന്ന കോഡ് കുറച്ച് അഡ്വാൻസ്ഡ് കോഡാണ്. സോ ഫോർ നൗ ഇത്രയും മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ റിപ്പോർട്ട് ജനറേഷൻ 2 ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ. അതിൽ ഹുക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? pytest underscore untest underscore make report ആണ്. And if the test result is a failure, സ്ക്രീൻഷോട്ട് അടക്കം ക്യാപ്ചർ ചെയ്യും. ഓക്കെ, താഴെ വന്നേനി. യെസ്. ഇവിടെ ലൈൻ നമ്പർ 67 കണ്ടോ? allure.attach file. line number 68. എല്ലാവരും കണ്ടോ? allure ഇവിടെ allure റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാം. HTML റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ allure റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് മാം ഈ allure റിപ്പോർട്ട്? പറയാം അതിലേക്കാണ് വരുന്നത്. HTML റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ ബേസിക്കലി സ്പീക്കിംഗ് നമുക്കൊരു URL ജസ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് മാത്രം വരുന്ന ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സിനാണ് എന്ത് വിളിക്കുന്നത്? HTML റിപ്പോർട്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ സെക്കൻഡ് ടൈപ്പ് ഉണ്ട് allure റിപ്പോർട്ട്സ്. allure റിപ്പോർട്ട്സ് നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ഞാൻ ലേറ്റർ പറഞ്ഞുതരാം. നമ്മൾക്ക് ജെൻകിൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം അതിന് ജാവ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. സോ ജാവ ഇൻസ്റ്റലേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ജെൻകിൻസിന്റെ ടൈമിലായിരിക്കും. ജെൻകിൻസ് എന്തിനാണ് മാം യൂസ് ചെയ്യുന്നത്? ജെൻകിൻസ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഇന്റഗ്രേഷൻ ടൂൾ ആയിട്ടാണ്. പഠിക്കുമ്പോ പഠിക്കാം. അത് ആ ടൈമത്ത് നമ്മളുടെ എൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര തവണ കോഡ് പുഷ് ചെയ്യുന്നു എല്ലാ തവണയും നമ്മൾ തന്നെ പ്രൊഡക്ഷനിലേക്ക് കോഡ് കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടി ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം വേണ്ടേ? ആ സിസ്റ്റമാണ് ജെൻകിൻസ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക് കേട്ടോ. ഓക്കെ, allure.attach.file എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? allure ഫയലിലേക്ക് ഇതിനെ പിടിച്ചങ്ങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട, നിങ്ങൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അതായത് 2 ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. HTML റിപ്പോർട്ട്സും allure റിപ്പോർട്ട്സും. HTML റിപ്പോർട്ട്സിന്റെ ഫോർമാറ്റ് സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. allure റിപ്പോർട്ട്സ് ആണെങ്കിൽ allure.attach.file എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. സ്ക്രീൻഷോട്ടിന്റെ പാത്ത് കൊടുക്കണം. സ്ക്രീൻഷോട്ടിന്റെ പാത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒരു കാര്യം ചെയ്തേ, ഇത് ക്ലിയർ ആണോ? റിപ്പോർട്ട്സ് ക്ലിയർ. റിപ്പോർട്ട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ്. എന്തായിരിക്കും ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? പല ബ്രൗസറില് സെയിം സാധനങ്ങള് അല്ലേ?
ബ്രൗസറിൽ സെയിം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. യെസ്, അത് തന്നെയാണ് ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ്. അപ്പോൾ ക്രോസ് ബ്രൗസർ ടെസ്റ്റിങ്ങിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു ഫിക്സ്ചർ ക്രിയേറ്റ് ചെയ്യാം. മാം ഒന്നും കൂടി പറയോ എന്താ ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് എന്ന് വെച്ചാല് ഫിക്സ്ചർ അല്ല കേട്ടോ, ഫിക്സ്ചർ. ക്രിയേറ്റ് എ ഫിക്സ്ചർ ടു ഇംപ്ലിമെന്റ് ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ്. ഓക്കെ, ഞാൻ ഫിക്സ്ചർ തരാം. ഫിക്സ്ചർ പ്ലേസ് ചെയ്യണം കേട്ടോ. മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഓഫ് ടോപ്പിക് ആണ്. മാം ഈ സെൻഡ് ചെയ്യുന്ന ആ ലിങ്ക് ഉണ്ടല്ലോ, അത് എക്സ്പയർ ആവത്തൊന്നും ഇല്ലല്ലോ? ഏത് ലിങ്കാടാ? നമ്മുടെ ഈ റെക്കോർഡഡ് ക്ലാസിന്റെ ലിങ്ക്. ഇല്ല, എക്സ്പയർ ആവത്തൊന്നുമില്ല. ഓക്കെ, പിന്നെ കുറെ കഴിയുമ്പോഴായിരിക്കും ഇത് നോക്കണം. ഓക്കെ, ഇപ്പൊ തരാം കേട്ടോ, 1 സെക്കൻഡ്. ടൈപ്പ് ചെയ്യൂടാ എല്ലാവരും. ഇവിടെയോ? അല്ല, അതില്ല. ഫിക്സ്ചർ ഏറ്റവും താഴെ കൊണ്ടുവന്ന് ടൈപ്പ് ചെയ്തു. അതിന്റെ താഴെ ബാക്ക് സ്പേസ് അടിച്ച് ഫസ്റ്റ് ലൈക്ക് ഇൻഡന്റേഷൻ കൊണ്ടുവന്നോളൂ. @pytest dot fixture 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 params equals params ഫിക്സ്ചർ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ്സില് params ഈക്വൽസ് ഒരു ലിസ്റ്റില്, അതായത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കാം ക്രോം ഫയർഫോക്സ്, ഡബിൾ കോട്ട്സിലാണേ. ഫയർഫോക്സ്. ഇനി കോളൻ ഇട്ടോളൂ. ഇനി നെക്സ്റ്റ് ഫയർഫോക്സ് ടൈപ്പ് ചെയ്തോളൂ. ഡെഫ് മാം കോളൻ ഇടണ്ടേ? കോളം വേണ്ട, ടൈപ്പ് ചെയ്തോളൂ താഴെ. പിന്നെ ഡെഫ് ഡെഫ് അതിവിടെയാണോ അതോ അവിടെ തന്നെ ടൈപ്പ് ചെയ്യൂ. ഡെഫ് ക്രോസ് ബ്രൗസർ പേര് കൊടുക്കാം, ക്രോസ് ബ്രൗസർ. ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് എന്റർ. അല്ല ഫംഗ്ഷൻ ആണല്ലേ? ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് അല്ല, സോറി, കോളൻ തെറ്റി പറഞ്ഞതാണ്. കോളൻ റിക്വസ്റ്റ് കോളൻ അല്ല, റിക്വസ്റ്റിന്റെ ബ്രാക്കറ്റ്സിന്റെ പുറത്ത് വന്നിട്ട് കോളം കൊടുക്കുക. ക്രോസ് ബ്രൗസറിന് കോളം കൊടുക്കാം, നോർമൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. താഴെ ടൈപ്പ് ചെയ്യൂ. ഇഫ്
യെസ് ടാബ് അടിച്ചോ. റിക്വസ്റ്റ് ഡോട്ട് പാരം ഡബിൾ ഈക്വൽസ് ക്രോം. എൻ്റർ അടിക്കാം. ഡ്രൈവർ ഈക്വൽസ് അവിടെ ക്രോമിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തേ. webdriver.com അല്ലേ? വെബ് ഡ്രൈവർ അല്ല, ഇല്ലല്ലോ. വെബ് ഡ്രൈവർ ആണ്. webdriver.com അല്ലേ മാം? അതെ അതെ, വെബ് ഡ്രൈവർ അതെ. അടുത്ത കണ്ടീഷൻ കൊടുക്കാം. ഇഫ് request dot param double equals if request dot param double equals firefox ആണെങ്കിൽ driver equals webdriver dot firefox. Okay. പിന്നെ yield driver yield driver yield yield driver ബാക്ക് സ്പേസ് അടിക്കണം. backspace അടിക്കണം. ഇതാണ് മാം അതെ yield driver. ഓക്കെ. ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, പാരംസ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് ക്രോമിനെയും ഫയർഫോക്സിനെയും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതായത് ഒരു ഫയർഫോക്സ് ഇൻസ്റ്റൻസിലും ഒരു ക്രോം ഇൻസ്റ്റൻസിലും നമുക്ക് ഒരേപോലെയാണോ നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാനാണ് ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. മാം yield driver മതിയോ? ഇങ്ങനെ മതിയോ? അതെ, yield ഡ്രൈവർ മതി. ഈ ഫീച്ചർ ഒന്ന് ചാറ്റിലിട്ട് കൊടുത്തേടാ. എല്ലാവരും ആ ഫിക്സ്ചർ ഒന്ന് പ്ലേസ് ചെയ്തേടാ കോൺഫ്ലക്സ് PYല്. ചെയ്തു മാം, ഞാൻ ടൈപ്പ് ചെയ്തായിരുന്നു. എല്ലാവരും എത്തിയെന്ന് പറയാട്ടാ. ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ് ക്ലിയർ ആണോ? റിൻറ്റുവിന് ക്ലിയർ ആണോ? ഡയാനയ്ക്ക് ക്ലിയർ ആണോ? ഇത്ര സുബിറ്റി വീഡിയോ ഒന്നുകൂടെ കേൾക്കാം.
ഹലോ മാം, പറയൂ. കേൾക്കാവോ? കേക്കാം. ഓക്കെ, ഇതല്ലേ ഉള്ളൂ മാം? യെസ്, ഇത്രയും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ക്രോസ് ബ്രൗസർ പറഞ്ഞു, റിപ്പോർട്ട്സ് പറഞ്ഞു, കുറച്ച് വലിയ ടോപ്പിക്സ് ആണ്, അതുകൊണ്ടാണ് പിന്നെ എടുത്ത് ചോദിക്കുന്നത്. മാം ആക്ച്വലി റിപ്പോർട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യത്തില്ലേ? നമ്മൾ ഈ ഹുക്കായിട്ട് കൊടുക്കുമ്പോഴത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് എപ്പോഴെല്ലാം നമ്മൾ ട്രിഗർ ചെയ്യുന്നോ അപ്പോഴെല്ലാം ഇതൊരു റിപ്പോർട്ടിനെ ജനറേറ്റ് ചെയ്യും. മനസ്സിലായടാ? എപ്പോഴാണെങ്കിലും ശരി നമുക്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് കഴിയുമ്പോൾ അതിന്റെ അക്കോർഡിംഗ് ഹുക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ആ റിപ്പോർട്ട് നമ്മൾ എവിടുന്ന് എടുക്കുന്നത്? എങ്ങനെ കിട്ടും? നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതാണിത്. ഒരു മിനിറ്റ് മാം, ഇവിടെ ഒരാൾ വന്നു, ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ് മാം. എവിടുന്ന എടുക്കുന്ന മാം റിപ്പോർട്ടോ? റിപ്പോർട്ട് ബൈ ഇറ്റ്സെൽഫ് ജനറേറ്റ് ആവുന്നതാടാ. ആരും ക്രിയേറ്റ് ചെയ്യുന്നതല്ല, സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ട്. കാരണം എന്താ, സിസ്റ്റം അല്ലേ എക്സിക്യൂഷൻ മുഴുവൻ നടത്തിയത്. അല്ല, ഞാൻ ചോദിച്ചത് നമുക്ക് ആ റിപ്പോർട്ട് ഈ സിസ്റ്റത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ എവിടെ ആയിരിക്കും അത് പോയി സേവ് ചെയ്തിടുന്ന ഞാൻ ഉദ്ദേശിച്ചത്. HTML റിപ്പോർട്ട് ആണെങ്കിൽ URL ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും അത്. അല്ല, റിപ്പോർട്ട്സിന്റെ കാര്യം ഞാൻ അവിടെ എത്തുമ്പോ പറയാം. നമ്മൾ ഇനി ചെയ്യുമല്ലേ? ഞാൻ വിചാരിച്ചു ഇത് തീർന്നു വേറെ ടോപ്പിക്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, എത്തിയല്ലോ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേ, എല്ലാവരും ലോഗിൻ ടെസ്റ്റ് കേസ് എടുത്തേ. ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ ആണോ? ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ. ടെസ്റ്റ് അല്ല, പേജ് ക്ലാസ് എടുക്കുക കേട്ടോ. ഓക്കെ, അതില് ഞാൻ പറയുന്നത് പോലെ ടൈപ്പ് ചെയ്യാം കേട്ടോ. @pytest ഞാൻ പറയാം എവിടെ ടൈപ്പ് ഉണ്ടോ ഞാൻ പറഞ്ഞുതരാവേ. ഏത് ടെസ്റ്റ് കേസാണ് ഞാൻ പറഞ്ഞുതരാം. ഹോൾഡ് ചെയ്യൂ. യെസ്, ടെസ്റ്റ് തന്നെ എടുത്തോടാ. ടെസ്റ്റ് ലോഗിന്റെ ഇൻവാലിഡ് എടുക്കും. ലോഗിൻ പേജ് അല്ല, ടെസ്റ്റ് ലോഗിനില് നമ്മുടെ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസിന്റെ ടെസ്റ്റ് കേസ് എടുക്കാം. ഏറ്റവും താഴെ രണ്ടും ഇൻവാലിഡോ? രണ്ടും ഇൻവാലിഡ്, ബോത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഇൻവാലിഡ്. ആ സിനാരിയോ എടുത്തു. അപ്പോൾ അവിടെ @pytest മാർക്ക് ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ടൈപ്പ് ചെയ്യുക. മുകളില് എവിടെയാണ് ഡിസ്ക്രിപ്ഷനോ? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, മേളത്തെ ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കാം. @pytest mark parameterize ഫംഗ്ഷൻ ബ്രാക്കറ്റ്സില് ഇങ്ങനെയാണോ യൂസർ നെയിം പാസ്വേഡ്? യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു. ഓക്കെ, കോമ കൊടുത്തിട്ട് ലിസ്റ്റിന്റെ അകത്ത് സെറ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, യൂസർ നെയിം മാത്രം കൊടുക്കാം. യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്, യൂസർ നെയിം മാത്രം കൊടുക്കാം. അവിടെ പാസ്വേഡ് റിമൂവ് ചെയ്തു.
യൂസർ നെയിമില് ലിസ്റ്റ് വേണ്ടല്ലോ മാം, ലിസ്റ്റിന്റെ ഇത് വേണ്ടല്ലോ. ലിസ്റ്റ് വേണം. ലിസ്റ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഡബിൾ കോട്ട്സിൽ ഇൻവാലിഡ് ആയിട്ടുള്ള 3 വാല്യൂസ് കൊടുക്കാം. ഓരോ ടെസ്റ്റ് ആയിട്ട് കൊടുത്തേ. യൂസർ 1 ഒന്ന് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ടെസ്റ്റ് 1 അടുത്തത് ഓപ്പൺ ചെയ്യുക, അങ്ങനെ കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്യടാ. എറർ അടിച്ചിട്ടില്ല. ഇനി ഈ പൈടെസ്റ്റ് ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽ മാത്രം എക്സിക്യൂട്ട് ചെയ്തേ. ലോഗിൻ വിത്ത് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് അത് മാത്രം എക്സിക്യൂട്ട് ചെയ്തേ. മാം ഇത് കമന്റ് ചെയ്തിട്ടേക്കുമല്ലേ? അയ്യോ, അത് ഓർത്തില്ല. ഏത്? അത് കുഴപ്പമില്ലല്ലോ. അത് കമന്റ് ചെയ്തിട്ട് പ്രശ്നമില്ല. എന്താ കാണിച്ചു? എല്ലാവർക്കും എംടി സ്യൂട്ട് ആണോ? ഞാനൊന്ന് നോക്കട്ടെ. എംടി സ്യൂട്ട് ആണ്. അതെ. ഓക്കെ, ഒരു കാര്യം ചെയ്തേ. എല്ലാവരും ആ കോൺഫ്ടെസ്റ്റ് PY പോയിട്ട് ആ റിപ്പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടിന്റെ കോഡ്. കോൺഫ്ടെസ്റ്റ് PY. ഓക്കെ. അതില് റിപ്പോർട്ടിന്റെ കോഡിലടാ ഡെഫ് പൈടെസ്റ്റ് കോൺഫിഗർ തൊട്ടുള്ള കോഡ് ഒന്ന് റിമൂവ് ചെയ്യാം. കറക്റ്റഡ് കോഡ് ഞാൻ നിങ്ങൾക്ക് നാളെ തരാം. ഡെഫ് പൈടെസ്റ്റ് റൺ ടൈം മാർക്ക് അല്ല, എന്താണ് റിപ്പോർട്ട് അവിടെ വരല റിമൂവ് ചെയ്യാ. എടാ ഏത് ലൈനായിരുന്നു? 2 ഫയൽസ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഞാൻ അയച്ചതില് ഒന്ന് പൈടെസ്റ്റ് അണ്ടർസ്കോർ കോൺഫിഗർ, പിന്നെ പൈടെസ്റ്റ് അണ്ടർസ്കോർ റൺ ടെസ്റ്റ് മേക്ക് റിപ്പോർട്ട്. രണ്ടൊന്ന് റിമൂവ് ചെയ്യാം. അത് രണ്ടും അല്ലേ? എന്നിട്ടൊന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. കമന്റ് ചെയ്താ പോരെ മാം? കമന്റ് ചെയ്താലും മതി, നോ ഇഷ്യൂസ്. ഞാൻ റിമൂവ് ചെയ്തു. അത് സാരില്ല, ഞാൻ വേറെ കറക്റ്റഡ് കോഡ് തരും. ഓക്കെ, ഇനി എന്നിട്ട് ഇത് റൺ ചെയ്യാനല്ലേ? എക്സിക്യൂട്ട്. വൺ ടെസ്റ്റ് ഫെയിൽഡോ? എന്താ ഫെയിൽ ആവാൻ കാരണം നോക്കട്ടെ. കഴിഞ്ഞ. ഓക്കെ, ഇനി ആ ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞിട്ട് ലൈൻ നമ്പർ 91 ബ്രൗസർ ഇൻസ്റ്റൻസ് കഴിഞ്ഞൊരു കോമ ഇട്ടേ. 91 സെൽഫ് കോമ ബ്രൗസർ ഇൻസ്റ്റൻസ് കോമ. അവിടെ ഇല്ല, ബ്രൗസർ ഇൻസ്റ്റൻസിൽ കോമ ഇടുക, എന്നിട്ട് യൂസർ നെയിം പാസ് ചെയ്യാം. പാസ് ചെയ്തു. ആൻഡ് ഇവിടെ ഈ ലൈൻ നമ്പർ 96 ഒന്ന് കമന്റ് ചെയ്തിടൂടാ. ഹലോ അജിത്ര പറയടാ. ബ്രൗസർ ഇൻസ്റ്റൻസ് എന്താ പാസ് ചെയ്യാൻ പറഞ്ഞു? കോമ ഡബിൾ പിന്നെ കോമ യൂസർ നെയിം എന്താണോ ഡോട്ട് പാരാമീറ്ററൈസിൽ ആദ്യം കൊടുത്തിട്ടുള്ള വാല്യൂ അത് തന്നെ കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുള്ള യൂസർ നെയിം എന്നാണ്, അപ്പൊ യൂസർ നെയിം തന്നെ കൊടുക്കുക അവിടെ. അത് കൊടുത്തോ? അത് കൊടുത്തോടാ. യൂസർ നെയിം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങള് ലോഗിൻ പേജ് ഡോട്ട് എൻ്റർ യൂസർ നെയിം ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ യൂസർ നെയിമിനെ മാത്രം പാസ് ചെയ്യാം. എങ്ങനെ? ലോഗിൻ അവിടെ എൻ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് ഉണ്ടല്ലോ, അവിടെ എൻ്റർ യൂസർ നെയിം ഓഫ് എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്നത് യൂസർ നെയിം എന്ന് തന്നെ പാസ് ചെയ്യാം. സെൽഫ് വേണ്ട, അങ്ങനെ തന്നെ. ഇവിടെ മാറ്റണ്ട, ടെസ്റ്റ് ലോഗിനിലേക്ക് പോയിക്കേ.
ആ യൂസർ ലോഗിനെ പിടിച്ച് യൂസർ നെയിമിനെ പിടിച്ച് എന്ത് ചെയ്യാം, ഡോട്ട് എൻറ്റർ യൂസർ നെയിം എന്ന് പറയുന്നതിന് പാരാമീറ്റർ ആയിട്ട് അങ്ങ് പാസ് ചെയ്യാം. റിന്റുവിന്റെ കേസിൽ എൻറ്റർ യൂസർ നെയിം. ഇവിടെ ഞാൻ എൻ്റർ അണ്ടർസ്കോർ യൂസർ നെയിം എന്ന് കൊടുക്കണോ? വേണ്ട വേണ്ട വേണ്ട. യൂസർ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ കോപ്പി എടുക്കുക. കോപ്പി എടുത്തു. കോപ്പി എടുത്തിട്ട് എവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക, എൻറ്റർ യൂസർ നെയിം ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അതായത് നമ്മുടെ ലോഗിനകത്ത് ലോഗിനെ ഇൻവോക്ക് ചെയ്യുന്നിടത്ത്, ലോഗിൻ പേജിനെ കോൾ ചെയ്യുന്നിടത്ത് അവിടെ നിന്നല്ലേ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നേ. ഓക്കെ, ഇവിടെ ഈ യൂസർ ഇവിടെ കൊടുക്കുക. യെസ്, അതെ. അതവിടെ അങ്ങനെയല്ല മാം കൊടുത്തേക്കണേ, യൂസർ നെയിം നല്ല കൊടുത്തേക്കണേ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ എക്സിക്യൂട്ട് ചെയ്തേ. ഇവിടെ കണ്ടോ, ആദ്യം ഏത് എക്സിക്യൂട്ട് ചെയ്യുന്ന, യൂസർ 1. മൂന്നും ഫെയിൽഡോ? ഫെയിൽഡ് കാണിച്ച് പറഞ്ഞുതരാം, എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. കോഡ് എടുത്ത് ഒന്ന് കാണിച്ചു തരാം. ലോഗ് ഒന്ന് കാണിച്ചേ. അവിടെ എറർ അടിക്കണ്ടല്ലോ. No attribute called enter underscore user. Login page has no enter underscore username. അതെന്നാന്ന് ഞാൻ പറയാം. എനിക്കിപ്പോ മനസ്സിലായി. അതായത് മാം ഇവിടെ ഈ ലോഗിൻ പേജിൽ ഞാൻ സ്മോൾ ലെറ്റർ എൻ്റർ അണ്ടർസ്കോർ യൂസർ നെയിം ഒട്ടാതെ ഇവിടെ ഒന്ന് തിരുത്തിയില്ലായിരുന്നു. അവിടെ തിരുത്തിയത് ഇവിടെ. അതുപോലെ എൻ്റർ പാസ്വേഡും എല്ലാം കറക്റ്റ് ചെയ്തേ, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തേ. വേറെ ആർക്കെങ്കിലും ഫെയിലിയർ വന്നോ? എനിക്ക് സ്റ്റിൽ എംപ്റ്റി സ്യൂട്ട് ആണ്. എന്താടാ? എനിക്ക് ഫാസ്റ്റ് ആയോ? അതെ, 3 പാസ്റ്റ് അങ്ങനെയാണ്. ഓക്കെ, 3 പാസ്റ്റ് അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് കേസ് അല്ലേ എക്സിക്യൂട്ട് ചെയ്തത്? അതെ അതെ. പക്ഷെ അതിൽ എത്ര ടെസ്റ്റ് കേസ് പാസ്സായി? 3 പാസ്റ്റ്. 3 പാസ്റ്റ്. അപ്പൊ അത് ഏതൊക്കെയാ ഡാറ്റ? ഇതിൽ വീണ്ടും 3 ഫെയിൽഡ് ആയല്ലോ മാം. പാസ്വേഡ് ഫീൽഡിന് പ്രശ്നം ഉണ്ടാവും, നോക്കിക്കേ. എൻ്റർ അണ്ടർസ്കോർ പാസ്വേഡിന് പി സ്മോൾ ആയിരിക്കും, ക്യാപ്സ് ആയിരിക്കത്തില്ല. നോക്കി നോക്കി അത് കറക്റ്റ് ചെയ്തേ. മാം ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ്. ഷെയർ ചെയ്യടാ. ക്ലിക്ക് സൈൻ ഇൻ കറക്റ്റ് ചെയ്തേ, അവിടെ മിസ്റ്റേക്ക് ഉണ്ടാവും. എന്തൊക്കെയാ എവിടൊക്കെയാ ഞാൻ ചെയ്തു വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം എക്സിക്യൂട്ട് ചെയ്യാം ഒന്നുകൂടെ. ഓക്കെ, ഇതല്ലേ? ഇമ്പോർട്ട് മറ്റേ ഇത് കോൺടെസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തില്ല കോഡിനെ? ചെയ്തല്ലോ. ഐ മീൻ ഞാൻ കമന്റ് ചെയ്തിട്ടു. കോൺടെസ്റ്റ് പിവൈ ഡബിൾ ക്ലിക്ക് ചെയ്തേ നോക്കട്ടെ. അതെ, കമന്റ് ചെയ്യണ്ട, റിമൂവ് ചെയ്തേക്കാം കോഡിനെ. ആണോ? ഓക്കെ. ഇവിടെ ആയിരുന്നു. കുറച്ചുകൂടെ മുകളിലേക്ക് പോട്ടെ. അതാ def pytest configure ലൈൻ നമ്പർ 13 തൊട്ട് അങ്ങ് റിമൂവ് ചെയ്തേക്കും. റിപ്പോർട്ട് ജനറേഷന്റെ കോഡ് ഞാൻ വേറെ തരാം കേട്ടോ. ഇവിടെ വരെ അല്ലേ? 71 വരെ. അതെ. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തേനെ. alright. does login എന്തേ? alright, ഇവിടെ വന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യാം. പനക്കം വെച്ചു. 1 2 3. ശരിയായി മാം. 3 തവണ എക്സിക്യൂട്ട് ചെയ്തു അല്ലേ?
അതായത് നിങ്ങൾ പാരാമീറ്ററൈസ് ചെയ്ത് കൊടുത്ത വാല്യൂസ് നിങ്ങൾ ഒറ്റ ടെസ്റ്റ് കേസ് അല്ലേ എക്സിക്യൂട്ട് ചെയ്തത്? പക്ഷേ അതെ. എന്തുകൊണ്ടാണ് നമുക്ക് 3 തവണ എക്സിക്യൂട്ട് ആവാൻ കാരണം? 3 ഡാറ്റ നമ്മൾ കൊടുത്തത് കൊണ്ട്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് പാരാമീറ്ററൈസേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. എവിടെയായിരുന്നു? പേജില്. ഓക്കെ, പേജിനകത്ത് എവിടെയായിരുന്നു നമ്മൾ കൊടുത്തത്? ടെസ്റ്റ് ലോഗിനകത്ത്. ഓക്കെ, ടെസ്റ്റ് ലോഗിനകത്ത് പൈറ്റസ്റ്റ് പാരാമീറ്ററൈസ് ഈ ഒരെണ്ണം കൊടുത്തിട്ടാണ് ചെയ്യുമ്പം അല്ലേ? അതെ. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ഇതിലും കൂടുതൽ ഇൻവാലിഡ് ടെസ്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇൻപുട്ട് ചെയ്താൽ മതി അല്ലേ? അതെ. ഓക്കെ മാം, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ എന്താ എഴുതണ്ടേ? To execute multiple test data for same test case. To execute multiple test data. Yes. ഒരു മിനിറ്റ് മാം, ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ. Multiple test data for same test case. Test data for same test. To execute multiple test data for test case. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. നാളേക്ക് നിങ്ങൾക്കുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളതിൽ എവിടെയെല്ലാം പേജ് ഒബ്ജക്ട് മോഡിലോ കാര്യങ്ങളോ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരിക. ഓക്കെ, കമന്റ് ചെയ്യണോ? എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരിക, പേജ് ഒബ്ജക്ട് മോഡിൽ ചെയ്യാനുള്ളതെല്ലാം. ഓക്കെ, ചെയ്യാം മാം. അല്ല, അത് ഞാൻ ചെയ്ത് തീർന്നായിരുന്നു. ഓക്കെ. ശിഖ ഒന്ന് ഓൺലൈനിൽ നിൽക്കോടാ. എനിക്കിപ്പോ ഒരു ബാച്ച് ഉണ്ട്. നിങ്ങളൊന്ന് കണക്ട് ചെയ്യാമോ? ശിഖ ഒന്ന് ഓൺലൈനിൽ നിന്നാ മതി. പറ്റുമോ? ശരിക്ക് പറ്റുമോ? അപ്പം എനിക്ക് ഈ ബാച്ചിൽ വേറെ പിള്ളേരെ കേട്ടാറുണ്ട്. ഇപ്പൊ എനിക്ക് വേറെ ബാച്ച് ഉണ്ട്, ഇപ്പൊ പ്ലെയർ എയ്ഡ് ബാച്ച് ഉണ്ട്. ഓക്കെ, ഞാൻ ശിഖയും കൂടെ കണക്ട് ചെയ്തോളാം. കണക്ട് ചെയ്യണേ. ഓക്കെ, ശരി, ബൈ. Hello.